ഹലോ ഗൈസ്, ബാസിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയത്തിലാണ്. നമ്മൾ മെയിനായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലേക്കോ അതോ കേരളത്തിലേക്കോ മെസ്സി വരുമോ എന്നറിയില്ല. എന്തായാലും സ്റ്റേഡിയവും അതിനോട് ചുറ്റുപ്പെട്ട എല്ലാ പരിസരങ്ങളിലും നല്ല തകൃതിയായിട്ട് മറ്റേ മെയിൻ്റെനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഗൈസിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന സ്ഥലവും ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ഏരിയയും നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പാർക്കിംഗ് ഏരിയയാണ്. കാരണം നല്ല രീതിയിൽ ക്രൗഡ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള മരച്ചില്ലുകളും കാര്യങ്ങളെല്ലാം വെട്ടി ഒതുക്കുന്നുണ്ട്. കാരണം ISL നടക്കുമ്പോൾ തന്നെ നല്ല ക്രൗഡാണ്. പിന്നെ ഓരോരോ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കണ്ടില്ലേ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. ഗൈസ്, ഈ വർക്കുകളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ റിപ്പോർട്ടർ TV ചാനലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ടീമാണ്. ഇത് ഫുള്ള് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. ഗൈസ്, നമ്മുടെ കൊച്ചിയുടെ മുഖച്ച തന്നെ മാറാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ മെസ്സിയും അർജൻറ്റീന ടീമും കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മളെന്താ പറയുക, കൊച്ചിയും കേരളവും ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റേഡിയം ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം അങ്ങനത്തെ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിസരത്ത് നടക്കുന്ന വർക്കുകൾ പോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്തും നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എല്ലാം ഫുൾ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഫുൾ പെയിൻറ്റും കാര്യങ്ങളെല്ലാം. ഈ കാണുന്നതാണ് മറ്റേ നമ്മുടെ കലൂർ എന്നുള്ളൊരു എൻട്രൻസ് ആണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇനി ബാക്ക് സൈഡ് ഒരു എൻട്രൻസ് ഉണ്ട്, നമ്മുടെ തമ്മനത്ത് നിന്ന് വരുമ്പോൾ എൻട്രൻസ്. ഇതാണ് കലൂർ എന്ന് പറയുമ്പോൾ എൻട്രൻസ് എന്നുള്ള വ്യൂ. അതുപോലെ തന്നെ ഈ മാസം 25-ാം തീയതി തൊട്ട് ഒരു മാസത്തേക്ക് ഈ കാണുന്ന കടകളെല്ലാം, അതായത് സ്റ്റേഡിയത്തിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കടകളെല്ലാം ഒരു മാസത്തേക്ക് അടച്ചിടണമെന്നാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈ ലെവൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടകളെല്ലാം അടച്ച് സഹകരിക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം നമുക്ക് ഈ ഒരു പരിസരത്തിൻ്റെയും വഴിയുടെയും കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ കാര്യങ്ങളെല്ലാം. ഗൈസ്, അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം നമുക്കിനി സ്റ്റേഡിയത്തെ പരിസരവും കാര്യങ്ങളും എങ്ങനെയായിരിക്കും, ആ സമയത്തുള്ള ക്രൗഡും കാര്യങ്ങളെല്ലാം നമുക്കിനി കാത്തിരുന്ന് കാണാം. എന്തായാലും അപ്ഡേഷൻ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കിനി ഈ പരിസരവും കാര്യങ്ങളെല്ലാം അതിൻ്റെ പണി തീർത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടുന്നതാണ്. ഗൈസ്, നമുക്ക് ഈ മെസ്സിയെ കാണാനുള്ള ടിക്കറ്റ് നിരക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. നല്ല ഹൈ റേറ്റാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മുടെ റിപ്പോർട്ടർ TV ചാനലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്. അവരിതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ മാസം അവസാനത്തോടെ അവർ ടിക്കറ്റിൻ്റെ നിരക്കും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഏകദേശം 1500 ടു സ്റ്റാർട്ടിംഗ് ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ റൗണ്ട്. ഞാൻ ജസ്റ്റ് ആ റൗണ്ട് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തമ്മനത്തു നിന്നുള്ള എൻട്രൻസ് വരെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന സ്റ്റേഡിയം ചുറ്റും ഫുള്ളും കടകളാണ് മൊത്തം. അപ്പോൾ ഈ കടകളാണ് എന്താ പറയുക ഈ മാസം 25-ാം തീയതി തൊട്ട് ഒരു മാസത്തേക്ക് അടച്ചിടാനുള്ള നിർദ്ദേശം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഗൈസ്, അതുപോലെ തന്നെ ഞാൻ അവിടെ ഉള്ള സെക്യൂരിറ്റിയോട് ചോദിച്ച് നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടുമെന്ന്. കാരണം അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ സ്റ്റേഡിയത്തിൻ്റെ പുറവും പരിസരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് തമ്മനത്ത് നിന്ന് വരുമ്പോഴുള്ള സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രൻസ്. ഇതുപോലെ തന്നെയുള്ള എൻട്രൻസ് ആണ് നമ്മുടെ കലൂരിൽ നിന്ന് വരുമ്പോഴുള്ള എൻട്രൻസ്. അപ്പോൾ ഇതാണ് തമ്മനത്ത് നിന്ന് വരുമ്പോഴുള്ള എൻട്രൻസ്. ഇവിടെ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. മെയിനായിട്ട് നടക്കുന്നത് മറ്റേ കലൂരിൽ നിന്ന് വരുമ്പോഴുള്ള എൻട്രൻസിലാണ് കാര്യമായിട്ട് വർക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ മാസം അവസാനത്തോടെയും അടുത്ത മാസത്തിൻ്റെ ആദ്യത്തോടെയും നമുക്ക് വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.